അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ സമ്പത്തിൽ ബർക്കത്തുണ്ടാകാനും നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സമ്പത്ത്, പണം നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകാൻ വേണ്ടിയിട്ടും മറ്റൊരാളുടെ മുന്നിലും കൈ നീട്ടേണ്ടി പണത്തിന് വേണ്ടി നീട്ടേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു ചെറിയ സൂറത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവാക്കി വരികയാണ് എങ്കിൽ സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും മക്കളെ കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു തആല അയാളെ സമ്പന്നൻ ആക്കുന്നതാണ്. ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഈ സൂറത്ത് പതിവാക്കുന്നവർ ജീവിതത്തിലെ എല്ലാ ഹൈറും ബർക്കത്തും നേടിയിട്ടല്ലാതെ അവർ ഒരിക്കലും മരണപ്പെടുകയില്ല. കടങ്ങളൊക്കെ കൊണ്ട് മരണപ്പെടുക എന്ന് പറയുന്നത് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്, അല്ലേ? ഈ സൂറത്ത് പതിവാക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല. സൂറത്ത് ഓതുന്ന വ്യക്തിയെ സമ്പത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുന്നതാണ്. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുകയോ അല്ലെങ്കിൽ രോഗം ബാധിച്ച് മരിക്കുകയോ ഒരുപാട് നാൾ കിടന്ന് മരിക്കുകയോ ഒന്നും വരികയില്ല. മക്കളാൽ ഒരു ബുദ്ധിമുട്ടുകളും ആ ഒരു ആൾക്ക് ഉണ്ടാവുകയില്ല. ഈ ഒരു സൂറത്ത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങളാണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. സൂറത്ത് ഏതാണെന്ന് വെച്ചാൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 19-ാമത്തെ അധ്യായം ആയ സൂറത്തുൽ മറിയം നമ്മൾ എന്നും പതിവാക്കേണ്ട സൂറത്ത്. ഇന്ന് എല്ലാ ദിവസവും ഓതി വരാറുള്ള കുറച്ച് സൂറത്തുകളുണ്ട്, അല്ലേ? യാസീന്, ഫാത്തിഹ, തബാറക്ക, മുൽക്ക്, അല്ലേ? ഇതൊക്കെ സൂറത്തുകളൊക്കെ നമ്മൾ എന്നും ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ പതിവാക്കാറുള്ളതാണ്, ഇല്ലേ? അതിൻ്റെ കൂടെ ഈ മറിയം സൂറത്ത് നമ്മൾ പതിവാക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല. മരണം വരെ നമ്മൾ ഒരിക്കലും ഒരു കടം കൊണ്ട് പണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും വിഷമിക്കേണ്ടി വരികയില്ല. ആരുടെ മുന്നിലും കൈ നീട്ടേണ്ടി വരികയുമില്ല. എല്ലാവരും ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ സൂറത്തുൽ മറിയം പതിവാക്കുക. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകൾ മാത്രമേ നമുക്ക് സംഭവിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും ഈ ഒരു സൂറത്ത് പതിവാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.